വേടനെ എതിർത്തതുകൊണ്ട് മാത്രം ദളിത് സമൂഹം തന്റെ ശത്രുവായെന്നാണ് അഖിൽ മാരാർ പറഞ്ഞു വയ്ക്കുന്നത്. രാഷ്ട്രീയം അവസാനിപ്പിക്കാം എന്ന മാരാരുടെ തിരിച്ചറിവൊക്കെ നല്ലത് തന്നെ. പക്ഷേ പോകുന്ന പോക്കിൽ എന്തിനാണ് വേടനും നാദിർഷയ്ക്കും അങ്ങനെ പലർക്കും ഓരോ കൊട്ടും കൊടുത്തു പോകുന്നത് എന്ന ചർച്ചയിലാണ് സോഷ്യൽ മീഡിയ. എന്റെ ശബ്ദം ഇനി എനിക്ക് വേണ്ടി മാത്രം എന്നാണ് മാരാർ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ പിന്തുണച്ചത് തനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് കിട്ടിയ ഒരു വിഷയമായിരുന്നു. ദിലീപ് വിഷയത്തിൽ അയാളിൽ ഒരു സത്യമുണ്ടെന്ന് കരുതി സമൂഹം അയാളെ ഇല്ലാതാക്കാൻ നോക്കുന്നു എന്ന് കണ്ടു മാത്രം പിന്തുണച്ചതാണെന്നും എന്നാൽ കുറെ പേർ പറഞ്ഞത് പണം വാങ്ങി സംസാരിക്കുന്നു എന്നാണെന്നും അഖിൽ മാരാർ പറയുന്നു. വേടനെതിരെ സംസാരിച്ചതോടെ ദളിത് സമൂഹം അനാവശ്യമായി തന്റെ ശത്രുവായെന്നും അഖിൽ പറയുന്നു. ഞാൻ ആലോചിക്കാറുണ്ട്, സത്യത്തിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. അഖിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നല്ലാതെ അവൻ എന്നെ ചതിച്ചവനാണെന്ന് ഒരാൾ പോലും പറയില്ല. അനാവശ്യമായി മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ച് ഒരുപാട് പേരെ വെറുപ്പിച്ചു. ഏറ്റവും കൂടുതൽ വെറുപ്പ് എനിക്ക് കിട്ടിയ ഒരു വിഷയമായിരുന്നു ദിലീപിനെ പിന്തുണച്ചത്. അന്ന് കുറെ പേര് പറഞ്ഞു ഞാൻ പണം വാങ്ങി സംസാരിക്കുന്നുവെന്ന്. തെണ്ടിത്തിരിഞ്ഞ് കുത്തുപാള എടുത്ത് നിന്ന നാളിൽ പോലും എനിക്കൊരു 5000 രൂപ വേണം എന്ന് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ദിലീപ് വിഷയത്തിൽ അയാളിൽ ഒരു സത്യമുണ്ടെന്ന് കരുതി സമൂഹം അയാളെ ഇല്ലാതാക്കാൻ നോക്കുന്നു എന്ന് കണ്ടു മാത്രം പിന്തുണച്ചു. ദിലീപിന് വേണ്ടി പലതവണ എന്നെ വിളിച്ചിട്ടുള്ള നാദിർഷ ദിലീപിന്റെ ജീവിതം തകർത്ത PT തോമസിന്റെ ഭാര്യ മത്സരിക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടറായിട്ട് കൂടി എനിക്കൊരാശംസ പോലും നൽകിയില്ല എന്ന് മാത്രമല്ല, പിഷാരടിക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തു കൊടുക്കാൻ പോയി. തോൽക്കാൻ പോകുന്നവന് എന്താശംസ, അതായിരുന്നു ചിന്ത. രാമക്ഷേത്രത്തിൽ ക്ഷണിച്ചിട്ട് പോലും പോകാത്ത ഞാൻ വേടന്റെ രാമനെ കുറിച്ചുള്ള പ്രസ്താവനയിൽ എതിർത്തു. അതോടെ ദളിത് സമൂഹം അനാവശ്യമായി എന്റെ ശത്രുവായി. സത്യത്തിൽ വേടൻ എന്നെയും എനിക്ക് വേടനെയും വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നവരാണ്. എന്റെ നാട്ടിൽ ഭൂരിപക്ഷം വരുന്ന NSSനെ എതിർത്ത് KPMSന് വേണ്ടി സംസാരിച്ചതായിരുന്നു കോൺഗ്രസിലുള്ള കാലം എനിക്ക് പുറത്തു പോകേണ്ടി വന്ന കാരണങ്ങളുടെ തുടക്കം. 80% നായരംഗങ്ങളുള്ള കോട്ടത്തലയിൽ എന്റെ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ ശത്രുത എനിക്ക് കിട്ടിയപ്പോഴും ഞാൻ സത്യത്തിനൊപ്പമാണെന്ന ചിന്ത മാത്രമായിരുന്നു എന്റെ ധൈര്യം. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പല തീരുമാനങ്ങളും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രിയെ ശക്തമായി എതിർത്തു. അതിന്റെ പേരിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും ശത്രുവായി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്കൻ ഇടപെടലിൽ പിന്മാറിയ മോദിയുടെ രീതി ഭാരതീയന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായപ്പോൾ അതിനെ ശക്തമായി എതിർത്തു. ഫലമോ BNS പ്രകാരം കേരളത്തിലെ ആദ്യത്തെ രാജ്യദ്രോഹി. അതെ, BJPക്കാരെന്ന ജാൻമണിയും മറ്റു ചില യൂട്യൂബർമാരും തീവ്ര പ്രസ്താവനകൾ നടത്തിയപ്പോൾ കൊടുത്ത കേസുകൾ വെറും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നവ. അത്രയ്ക്ക് ദേഷ്യം BJPക്കാർക്ക് എന്നോടുണ്ട്. എമ്പുരാൻ വിഷയത്തിൽ പൃഥ്വിരാജ് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞത് കേരളത്തിൽ സമാധാനമായി ജീവിക്കുന്ന മനുഷ്യർ ഒരു സിനിമയുടെ പേരിൽ തമ്മിലടിക്കരുത് എന്ന് ചിന്തിച്ചിട്ടാണ്. ദിവസേന പല പ്രശ്നങ്ങൾ പറഞ്ഞ് എന്നെ വിളിക്കുന്ന കൊട്ടാരക്കരയിലെ എന്റെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന ചിന്ത മാത്രമാണ് അവിടെ മത്സരിക്കണം എന്ന് ചിന്തിപ്പിച്ചത്. 2.5 വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ ഫ്ലാറ്റ് വാങ്ങിയിട്ടും എന്റെ അഡ്രസ് ഇന്നും കോട്ടത്തലയിലാണ്. എന്റെ വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് KL24 ആണ്. ആ നാട് എനിക്കൊന്നും തന്നിട്ടില്ല. എങ്കിലും എന്റെ മഹാഗണപതിയുടെ മണ്ണിൽ എന്തെങ്കിലും ചെയ്യണം എന്ന ചിന്ത. പക്ഷേ ഞാനത് പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ്. അവനവന് വേണ്ടിയല്ലാതെ അപരനു വേണ്ടി സംസാരിച്ച് ശത്രുക്കളെ ഉണ്ടാക്കിയ എനിക്ക് നാളിതുവരെ എന്താ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ എന്റെ സത്യം തിരിച്ചറിയുന്ന ഒരു ശക്തി എന്റെ കൂടെയുണ്ടെന്നും അഖിൽ മാരാർ പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞ മാരാർ എങ്ങനെ ബിഗ് ബോസിലെത്തി എന്നും പറയുന്നുണ്ട്. ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞ് നാട് മുഴുവൻ നടന്നു തട്ടിപ്പ് കാണിക്കുന്ന ഫ്രോഡുകൾ കാരണം ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. 2023 ജനുവരി ആയപ്പോൾ ഫ്ളാറ്റിന്റെ അടുത്ത മാസത്തെ വാടക, കാറിന്റെ EMI എങ്ങനെ അടയ്ക്കും? ഇത്തരം ചിന്തകളുടെയൊക്കെ ഫലമായി ലക്ഷ്മിയോട് നിങ്ങൾ കൊട്ടാരക്കരയിലേക്ക് മാറിക്കോ, കാറ് വിറ്റിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിൽക്കാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബിഗ് ബോസ് എന്റെ മുന്നിലേക്ക് എത്തുന്നത്. ഒരു ദിവസം 10,000 രൂപ ശമ്പളം എന്നെ സംബന്ധിച്ച് എത്രയോ വലുതായിരുന്നു. കുടുംബത്തിനു വേണ്ടി പോകാൻ തീരുമാനിച്ചു. 50 ദിവസം നിൽക്കാൻ കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടും. അതായിരുന്നു ലക്ഷ്യം. 5 ലക്ഷം ആഗ്രഹിച്ചവൻ 50 ലക്ഷവും കാറും ശമ്പളം 10 ലക്ഷവും വാങ്ങി പുറത്തു വന്നു. ജോജു ചേട്ടൻ പണി സിനിമയുടെ ഡയറക്ടർ ആവാനും അതിലെ ഒരു പ്രധാന വേഷം അഭിനയിക്കാനും വിളിച്ചു.
ഞാൻ നോ പറഞ്ഞു. സാമ്പത്തികമായി ഒന്നും നേടേണ്ട എന്നൊരിക്കൽ ചിന്തിച്ച ഞാൻ സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടപ്പോൾ പണത്തിന്റെ വില തിരിച്ചറിഞ്ഞു. അവിടെയും പക്ഷേ മാരാർക്ക് വീണ്ടും തെറ്റി. സിനിമയൊക്കെ ചെയ്ത് ആർട്ടിസ്റ്റായോ സംവിധായകനായോ ഒക്കെ പോകാനുള്ളതിന് പകരം ആരുടെയൊക്കെയോ വാക്കും വിശ്വസിച്ച് ചെന്ന് ചാടിയത് രാഷ്ട്രീയത്തിൽ, അതും 2020-ൽ. പണത്തിന്റെ കാര്യത്തിൽ ജീവിതത്തിലുണ്ടായ തിരിച്ചറിവ് സ്വന്തം കരിയറിന്റെ കാര്യത്തിൽ മാരാർക്കില്ലാതെ പോയി.